ഹായ് ഹലോ ES ക്രിയേറ്റിവിറ്റി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കണേ. എന്നാൽ തന്നെ ഈ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. വേറൊന്നുമല്ല, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ്. ഇതാ നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ് ചൈന ഡോൾ റീപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഫുൾ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വളങ്ങൾ എങ്ങനെയാണ് ഇടുന്നതിൻ്റെ രീതിയെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നടേണ്ട സ്ഥലത്തുള്ള കുഴിയെല്ലാം മാന്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കേണ്ടത് ഇതാ ഗ്രീൻ കെയറിൻ്റെ 30-10-10 എന്നുള്ള നമ്പറുള്ള ഈ പൊടിയാണ്. ഇതെന്ത് വിഷയം എന്ന് പറഞ്ഞാൽ എന്തായാലും വേരെല്ലാം പൊട്ടിയിട്ടുണ്ടാവുമല്ലോ. വീട്ടിൽ റെഡിയാക്കിയ കമ്പോസ്റ്റ്, അന്ന് നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ കമ്പോസ്റ്റ് റെഡിയാക്കുന്നത്, അതിൽ നിന്ന് എടുത്ത കമ്പോസ്റ്റാണ്. അത് നമുക്ക് അറിയാം. കുറച്ച് മണ്ണ് എടുത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ചെടി എടുത്തിട്ട് വരാം. ഈശ്വരോ, ഇതെന്തൊരു പാട്! പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ, എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. അത്യാവശ്യത്തിന് നല്ല വലിപ്പമുണ്ട് കേട്ടോ ചെടി. പ്ലാന്റ് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ആടാതെ ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും കാറ്റത്ത് ഇങ്ങനെ ആടുമല്ലോ, ആടുമ്പോൾ മൂടൊന്നും ഇളകരുത്. ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ സെറ്റായിട്ട് അങ്ങനെ നിന്നോളൂ. പിന്നെ ഇതിൻ്റെ നിൽക്കുന്ന ഈ ക്രോത്തിനെ നമ്മൾ കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിട്ടിട്ട് സാഫ് നമുക്ക് പറ്റും. ഈ സാഫാണ് നമ്മളതിൽ ബഡ് ചെയ്തിട്ട് വെക്കാൻ പോകുന്നത്. ഈ കയറിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇവിടെ നമുക്ക് സാഫ് നമുക്ക് കുളച്ചിട്ട് കൊടുക്കാം. നല്ല തിക്കായതിനു ശേഷം അതുവഴിക്ക് വെള്ളം ഇറങ്ങി ഫംഗസ് ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ചെടി നല്ല ഗ്രോത്തായിട്ട് ഈ കട്ട് ചെയ്ത പീസിനെ വെച്ച് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആ പ്ലാന്റ് വെച്ചിരുന്ന അതേ നമ്മൾ അതിനെ ഒന്ന് പിടിച്ചു കൊടുക്കാം. പിങ്ക് പ്ലാന്റ്സിന് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഈ രീതിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഉണ്ടോ? ഇപ്പോൾ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് ഈ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പ്ലാന്റ്. ഇനി ഇതിൽ നമുക്ക് സാഫ് അടിച്ചെടുക്കാം. ഇങ്ങനെയാണ് സാഫ് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സാഫ് സെറ്റ് ചെയ്യുന്നത്. മണ്ണിൽ വയ്ക്കുന്ന ഭാഗത്തും സാഫ് സെറ്റ് ചെയ്യണം. സാഫ് പുരട്ടി കൊടുക്കണം. ഈ സാഫ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാ. ചില ആൾക്കാർ എന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സർപ്പം എന്നാണ്. സർപ്പമല്ല, സാഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഉരക്കടകളിലെല്ലാം കിട്ടുന്ന സാധനമാണ്. അങ്ങനെ എല്ലാത്തിലും സെറ്റ് ചെയ്തു. ഇനി ഈ ഭാഗത്ത് കൂടെ സെറ്റ് ചെയ്യും. ഈ നമ്മൾ നട്ട് പിടിപ്പിക്കാൻ മുമ്പ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. ഇങ്ങനെ എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഇത്
തിളുത്തിട്ടുണ്ടോ, ഈ കമ്പ് നമുക്ക് തിളുപ്പ് വരുന്നത് ഈ ഭാഗത്താണ് മുളപ്പ് വരുന്നത്. അതൊരു 3 ദിവസത്തിൽ വന്നേക്കും. 3 ഏറി പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ ഒരു തെളുപ്പ് വരും. ഈ കട്ടിംഗ് പ്ലാന്റ്സ് നമുക്ക് ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ തെളുപ്പ് വരുന്നതാണ്. ആ തെളുപ്പ് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇലകളൊന്നും നമ്മൾ വച്ചിരിക്കരുത്, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. ഇലകൾ എന്നാൽ ഇതിൽ വേരില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തെളുപ്പ് വയ്ക്കരുതെന്ന് പറയുന്നത്. ഈ ബൊവൈൻവില്ല നമ്മൾ കട്ടിംഗ് പ്ലാന്റ്സ് നമ്മൾ തെളുപ്പിച്ചെടുക്കുമ്പോഴും ഇങ്ങനെ ഇതേ പ്രൊസീജിയേഴ്സ് ആണ്. പിന്നെ അതിനും ഇതിനും എന്ത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കവർ കെട്ടി നമ്മൾ മറച്ചു വെക്കണം. ഇതങ്ങനെ വയ്ക്കണമെന്ന് ആവശ്യമില്ല. അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് തിളർത്ത് പറഞ്ഞതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഉടനെ ഇട്ടേക്കും. നമ്മളെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. സൈഡിലിരിക്കുന്ന ബെല്ലൈക്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന ഓരോ ദിവസം ഇടുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ നമ്മളെ വീഡിയോ എല്ലാം കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.